കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് അമ്മച്ചി വളർത്തിയത്. എന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കര കള്ളുടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നോണ്ട് വീട് നോക്കിയതൊക്കെ അമ്മ തന്നെയാണ്. പോളിടെക്നിക്ക് ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്കും അച്ഛൻ നൈസായിട്ട് ഞങ്ങൾ അങ്ങ് ഇട്ടേച്ചും പോയി. പണിക്ക് വേണ്ടിയും ലിഫ്റ്റ് വേണ്ടിയാണ് ഞാൻ നൈസായിട്ട് ഒരുപാട് തെണ്ടിയിട്ടുള്ളത്. ഇടയ്ക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലിയൊക്കെ കിട്ടിയപ്പോഴും ആ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ എനിക്ക് എന്നെ നഷ്ടമായിക്കൊണ്ടിരുന്നത്. ഒരു ബിസിനസ് എന്നൊരു കൺസെപ്റ്റേ ഇല്ല, ഇപ്പോഴും ഇല്ല. ഇത് എനിക്കൊരു ബിസിനസ് അല്ല, ഇത് എന്റെ റെവല്യൂഷനാണ്. താഴേക്കിടയിൽ ഒരു ജോലി, മേലേക്കിടയിൽ വേറെ ജോലി, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കൺസെപ്റ്റുകൾ. പക്ഷെ നമ്മളതൊന്നും നോക്കണ്ടെന്നേ ഞാൻ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുള്ളൂ. ചില സമയത്ത് കസ്റ്റമേഴ്സ് തന്നെ ചോദിക്കാറുണ്ട്, മോനെ നിനക്ക് വേറെ ജോലിയൊന്നും കിട്ടാഞ്ഞിട്ടാണോ? എന്റെ കൺസെപ്റ്റില് പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ എക്സ്പീരിയൻസസ്. നമസ്കാരം. എന്റെ മകന്റെ ജോലി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യലാണ്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. ആ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു അമ്മയുടെ ഡയലോഗ് കുറെ കാലം മുമ്പ് വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത് ഏറ്റെടുത്തിരുന്നു, കൈയടിച്ചിരുന്നു. എന്റെ ആ അമ്മയും മോനുമാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. എന്റെ പേര് രോഹിത് എന്നാണ്, ഇതെന്റെ അമ്മയാണ്, പേര് രേവമ്മ. രോഹിത്തിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 24 വയസ്സ്. 24 വയസ്സുണ്ട്. ഈ ഓൺലൈനായിട്ട് കൂലിപ്പണി ചെയ്യാന്ന് പറയുന്ന ഒരു ഐഡിയ അത് എപ്പോഴാ വന്നേ? അത് സത്യം പറഞ്ഞാല് നമ്മള് കൂലിപ്പണി ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് തുടങ്ങി. അങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞാടാ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങി. അങ്ങനെ ഫോട്ടോ ഇട്ട് തുടങ്ങി പതിയെയാണ് വീഡിയോയിലേക്ക് മാറിയത്. വീഡിയോയിലേക്ക് മാറി കഴിഞ്ഞപ്പം ചെയ്യുന്ന എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടി വന്നപ്പം ഞാൻ പിന്നെ റീച്ച് ഒന്നും കൂടുന്നുണ്ടോ ഇല്ലെന്നൊന്നും മൈൻഡ് ആക്കാൻ പോയില്ല, ഞാൻ അങ്ങ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു, അവരത് കൊണ്ടുപോയി അവര് വിളിക്കാൻ തുടങ്ങി, വർക്ക് തരാൻ തുടങ്ങി. ഇപ്പൊ എങ്ങനെ പോകുന്നു വർക്കൊക്കെ? ഇപ്പൊ അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ മോൻ ഇതുപോലെയുള്ള ജോലികൾക്കൊക്കെ പോകുന്ന സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരിക്കും അമ്മയുടെ അടുത്ത്, എന്തിനാണ് അവൻ ആ ജോലിക്ക് വിടുന്നത്, അതല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തോടെ, ഇത് ശരിയാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അവരോട് ആ സമയത്ത് എന്ത് മറുപടിയാ പറഞ്ഞത്? അവന് ഇഷ്ടമുള്ള ജോലിയല്ലേ അവൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ മോൻ ഈ ജോലിയിൽ പാഷനേറ്റ് ആണ്, അപ്പൊ അവനത് ചെയ്തോട്ടെ എന്ന് അമ്മയും പറഞ്ഞു അല്ലെ? പക്ഷെ ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നതിനെക്കാട്ടിലും മുമ്പ് ഒരു കാലം ഉണ്ടായിരിക്കും. ഞാൻ ഏകദേശമൊക്കെ വായിച്ചറിഞ്ഞത് വെച്ചിട്ട് രോഹിത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഥ ഒന്ന് പറയാൻ പറ്റും നമ്മളോട്? കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് അമ്മച്ചി വളർത്തിയത്. എന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കര കള്ളുടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നോണ്ട് വീട് നോക്കിയതൊക്കെ അമ്മ തന്നെയാണ്. കൂലിപ്പണി ചെയ്തൊക്കെയാണ് ഞങ്ങളെ വളർത്തി വലുതാക്കിയത്. അങ്ങനെ പഠിച്ച് പോളിടെക്നിക്ക് ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്കും അച്ഛൻ നൈസായിട്ട് ഞങ്ങൾ അങ്ങ് ഇട്ടേച്ചും പോയി. അപ്പം ഞാൻ പറഞ്ഞ അമ്മച്ചിരിക്കലും അമ്മച്ചി ഇത്രയും കാലം ഞങ്ങളെ വളർത്തിയാണല്ലോ, അപ്പൊ ഇനി ജോലിക്കൊന്നും പോണ്ട, ഇനി മകൻ ഇത്ര ആയല്ലോ, ഇനി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ ശനിയും ഞായറും മാത്രമായിട്ട് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്ന എനിക്കൊരു പിടുത്തമില്ലായിരുന്നു. പക്ഷെ എന്താണെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി. അങ്ങനെ അത്യാവശ്യം പണിക്ക് വേണ്ടിയും ലിഫ്റ്റ് വേണ്ടിയാണ് ഞാൻ നൈസായിട്ട് ഒരുപാട് തെണ്ടിയിട്ടുള്ളത്. വേറെ ആരുടെയും മുമ്പിൽ ഒന്നിനും പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല.